അങ്കമാലിയിലും പോലീസിനെതിരെ പരാതി. അങ്കമാലിയിലെ ഓട്ടോ ഡ്രൈവറായ സിബീഷിനെ പോലീസ് മർദ്ദിച്ചെന്നാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. ഓട്ടോ സ്റ്റാൻഡിലുണ്ടായ തർക്കത്തിൻ്റെ വിവരങ്ങൾ ചോദിക്കാനെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. SI നിലത്തിട്ട് ബൂട്ടിന് ചവിട്ടുകയും ഓഫീസ് റൂമിൽ വെച്ച് മർദ്ദിക്കുകയും ചെയ്തതായി സിബീഷിൻ്റെ പരാതി. അങ്കമാലി സ്റ്റേഷനിലെ SI പ്രദീപ് കുമാറിനെതിരെയാണ് ഈ പരാതി ഉയർന്നിരിക്കുന്നത്. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി ശ്യാംകുമാർ നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം ആ പ്രതികരണത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. പോലീസ് മർദ്ദിച്ചത് എന്നെ സ്റ്റേഷൻ്റെ അകത്ത് കയറിയിട്ട് ഞാൻ ഈ പരാതി കൊണ്ട് 6-ാം തീയതി രാവിലെ 10:30-ക്കാണ് എന്നെ വിളിച്ചു വരുത്തണേ. ഞാൻ ഒരു 10:45 അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് വന്നിട്ട് ഇത് ചോദിച്ചിട്ട് എന്നെ പോലീസ് ബാക്കിൽ നിന്ന് ആദ്യം നെഞ്ചത്ത് ചേർത്ത് ചുമരോട് ചേർത്ത് പിടിച്ചിട്ട് കുറേ അസഭ്യം പറഞ്ഞു വീട്ടുകാരെ കുറിച്ച്. ഇത് കഴിഞ്ഞിട്ട് കഴുത്തിൻ്റെ ഇവിടേക്ക് ശക്തമായിട്ട് ഇടിക്കാറുണ്ട് മുഷ്ടി കിട്ടിയിട്ട്. ഇത് കഴിഞ്ഞ് എന്നെ അകത്തുനിന്ന് എഴുതി. അത് കഴിഞ്ഞ് പ്രശ്നം പരിഹരിച്ച് കഴിയുമ്പോൾ എന്നെ അകത്തുനിന്ന് വിളിച്ചു. ഈ നെഞ്ചത്തേക്ക് പുള്ളിയുടെ വലത് കൈ വീശി അടിക്കണം നെഞ്ചത്തേക്ക്. ഇത് കഴിഞ്ഞ് പുള്ളിയുടെ ബൂട്ടിട്ട് കാലുമ കയറി ഞെക്കി ഞെരിച്ച് എൻ്റെ കാലിൻ്റെ തൊലി പോയി കാലുമ നീര് വന്നു. പരാതി പറയുന്നതൊന്ന് കേൾക്കാനോ അവിടെ പോയി അന്വേഷിക്കാനോ മനസ്സില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും തെറി എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ അറക്കണ തെറിയാണ് പുള്ളി പറയണേ. ശ്യാംകുമാർ ചേരുകയാണ് കുറിച്ച്. ശ്യാം, വിശദാംശങ്ങൾ. SKN അങ്കമാലി സ്റ്റേഷനിലെ SI പ്രദീപ് കുമാറിനെതിരായിട്ടാണ് സിബീഷ് എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവർ ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് പരാതി നൽകിയിരിക്കുന്നത്. SP അടക്കം പരാതി നൽകിയിരിക്കുന്നത് അങ്കമാലി സ്റ്റേഷനിലെ തന്നെ മർദ്ദിച്ചതിൻ്റെ CCTV ദൃശ്യങ്ങൾ വേണമെന്നുള്ളതാണ്. ഈ സിബീഷ് ഒരു ഓട്ടോ ഡ്രൈവറാണ്. ഓട്ടോ സ്റ്റാൻഡിലുണ്ടായ ഒരു തർക്കത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് സിബീഷിനെ ജൂലൈ 6-ന് അങ്കമാലി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്. അതിനുശേഷം SI ഗിരീഷ് കുമാർ ക്രൂരമായി സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുകയും അമ്മയെയും സഹോദരിയെയും ഭാര്യയെയും കുറിച്ച് അസഭ്യം പറഞ്ഞു എന്നുള്ളതാണ് സിബീഷിന്റെ പ്രധാനപ്പെട്ട പരാതി. ഈ മർദ്ദനത്തിന് ശേഷം സിബീഷ് വളരെ ദിവസങ്ങളോളം ആശുപത്രിയിൽ, അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലും സർക്കാർ ആശുപത്രിയിലും ചികിത്സയിലായിരുന്നു. ഈ സർക്കാർ ഡോക്ടർമാർ നൽകിയ സർട്ടിഫിക്കറ്റിലും പോലീസ് മർദ്ദിച്ചു എന്നുള്ള വിവരങ്ങൾ എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ ചോദിച്ചപ്പോൾ സ്റ്റേഷനിൽ അന്നേ ദിവസം എത്തിയ മറ്റാളുകളുടെ സ്വകാര്യത ലംഘിക്കപ്പെടുമെന്നതിനാൽ ദൃശ്യങ്ങൾ നൽകാനാകില്ല എന്ന വിചിത്രമായ മറുപടിയാണ് അങ്കമാലി പോലീസ് നൽകിയിരിക്കുന്നത്. ഒരാളെ കേസിൽ കക്ഷി പോലുമല്ലാത്ത ഒരാളെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മർദ്ദിച്ചു, അതിനുശേഷം പറഞ്ഞുവിട്ടു എന്നുള്ളതാണ് അങ്കമാലി പോലീസ് സ്റ്റേഷനിലെ SIക്കെതിരായിട്ട് ഉയർന്ന പരാതി. സിബീഷിനെതിരെ ഇതുവരെ ഒരു FIR പോലും രജിസ്റ്റർ ചെയ്യാനും പോലീസിന് സാധിച്ചിട്ടുമില്ല. ഏതായാലും ഈ CCTV ദൃശ്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി സിബീഷ് ഇപ്പോൾ SPക്ക് വിവരാവകാശ നിയമപ്രകാരം അപ്പീൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും തന്നെ മർദ്ദിച്ച SIക്കെതിരെ നടപടി വേണം, കർശന നടപടി വേണമെന്നുള്ളതാണ് സിബീഷിന്റെ ആവശ്യം. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.